കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, 21 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസിലേക്ക് ചാരി കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണ്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആദ്യ വായന യെശയ്യാ 49 ആദ്യ വചനങ്ങൾ. അതിൻ്റെ കൂട്ടുവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങളിൽ. സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, ഒരു പുരോഹിതന് അവൻ്റെ ശക്തിയും അവകാശവും പ്രതിഫലവും ദൈവമാണ്. ഒരു പുരോഹിതൻ ശക്തി സംഭരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ഒരു പുരോഹിതൻ്റെ അവകാശം ദൈവത്തിൽ നിന്നാണ്. ഒരു പുരോഹിതന് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ഇത് ലോഹയിട്ട് നടക്കുന്ന പുരോഹിതന്മാർക്ക് മാത്രമുള്ള സന്ദേശമല്ല എന്ന് നമുക്കറിയാം. കാരണം 1 പത്രോസ് 2:9 വായിക്കുമ്പോൾ ദൈവമക്കളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശക്തി ദൈവമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ നമ്മൾ ശക്തരാകില്ല. പ്രാർത്ഥനയും ദൈവാശ്രയത്വവുമാണ് നമ്മുടെ ബലം എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. ഈ വചനഭാഗം അതിൻ്റെ തലക്കെട്ട് വായിച്ചാൽ സഹനദാസൻ. 2-ാം പ്രവചനം 4 പ്രാവശ്യം ഈ സഹനദാസനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് യെശയ്യായിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ പ്രവചനം യേശു വിളിക്കപ്പെട്ടത് ഒരു സഹനദാസനായിരിക്കാൻ ആണ്.
അതുപോലെ തന്നെ അവിടെ പറയപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുകയുണ്ടായി, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇതുതന്നെയാണ് യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇനി ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം, ഭൂമിയുടെ ഉപ്പായിരിക്കണം. ഇതെല്ലാം യേശുവിലേക്ക് നോക്കി യേശു ചെയ്ത കാര്യങ്ങൾ, യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു, അതൊക്കെ ഏറ്റെടുത്ത് ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കളായി നമ്മൾ, വിശ്വാസികളായി നമ്മൾ, ക്രിസ്ത്യാനികളായി നമ്മൾ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി അത് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു 3 ഗണത്തിൽപ്പെട്ട വ്യക്തികളെന്ന് വേണമെങ്കിൽ പറയാം. 3 ശിഷ്യന്മാരുടെ കാര്യം എടുത്താൽ മതി. യേശു തൻ്റെ അവസാനത്തെ അവരുമായിട്ട് അവർക്ക് കൊടുക്കുന്നൊരു ക്ലാസ്സായിട്ട് കാണാൻ പറ്റും. ഞാൻ അതിൽ പറഞ്ഞത്, ഞാനിനി അധിക സമയം കൂടി നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കില്ല, നിങ്ങളെന്നെ അന്വേഷിക്കും, നിങ്ങളെന്നെ കാണില്ല. അവൻ്റെ മരണം അവൻ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു. ഇനി അവിടെ നമ്മൾ കാണുന്നു, കർത്താവ് പറഞ്ഞ സമയത്ത് 2-3 വ്യക്തികൾ, ബൈബിൾ കഥാപാത്രങ്ങൾ അവിടെയുണ്ട്. ഒന്ന് യേശുവിൻ്റെ അരിമ ശിഷ്യൻ യോഹന്നാൻ, കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് കൊടുത്ത് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അവൻ എവിടെയാണ് കിടന്ന്? കർത്താവിൻ്റെ വക്ഷസിൽ അവിടെ ചാഞ്ഞു കിടന്നുകൊണ്ട് കർത്താവിനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഒരു വ്യക്തിബന്ധം അതായിരുന്നു യോഹന്നാന് യേശുവിനോടുണ്ടായിരുന്നത്. ഇതുപോലൊരു വ്യക്തിബന്ധം നമ്മൾ സ്ഥാപിച്ചാൽ നമുക്ക് പിന്നെ എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു വ്യക്തിബന്ധത്തിൽ മുമ്പോട്ട് പോകുന്നവർക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതാണ് യേശുവിൻ്റെ അരിമ ശിഷ്യനായ യോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക. മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസ്. ഈ പത്രോസിൻ്റെ കാര്യം നമുക്കറിയാം. പല വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിലൊരു വെരി ഇമ്പൾസീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി ഉലയുന്ന ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് പത്രോസിനെ കാണാൻ പറ്റും. ചില കാര്യത്തിലൊക്കെ ഭയങ്കര തീഷ്ണത, പക്ഷെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ തള്ളിപ്പറയാൻ പോലും മടിക്കാതെ തീ കാഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ മനസ്സ് വെച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് അവൻ മനം നൊന്ത് കരഞ്ഞ് അവന് വീണ്ടും അവൻ്റെ ആ പദവി നഷ്ടപ്പെടാതെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അപ്പസ്തോലന്മാരുടെ തലവനായിട്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പത്രോസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ പറഞ്ഞു, ഇപ്പം എന്തുകൊണ്ട് ഞങ്ങൾക്ക് അനുഗമിച്ചുകൂടാ? നിൻ്റെ കൂടെ വരാനും നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ റെഡിയാണ്. ചിലരിങ്ങനെയാണ്, ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനായിട്ട് ഭയങ്കര ഉത്സാഹം. വേണേ മുറ്റത്ത് കിടക്കണ മണൽ വാരി ബെഡ്റൂമിലിട്ട് അത് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലരുടെ പ്രശ്നം അതൊക്കെ ചെയ്യും. വീട്ടിൽ ഒരുപക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങൾ അതെടുക്കുകയില്ല. ജീവിത പങ്കാളിയുടെ ഒരു സ്വഭാവമായിരിക്കാം, മക്കളുടെ ഒരു വൈകല്യമായിരിക്കാം, സ്വഭാവ രീതികളായിരിക്കാം. അത് അംഗീകരിക്കാതെ അതേക്കുറിച്ച് രാവും പകലും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇതുപോലെ മണൽ വാരിയിട്ട് അതേ മുട്ടുകുത്തി കൈയും വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതിനേക്കാൾ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന സഹനം, നമ്മളായിട്ട് ഏറ്റെടുക്കുന്ന സഹനത്തേക്കാൾ ദൈവം ഏൽപ്പിക്കുന്ന സഹനം, അത് പരാതിയില്ലാതെ എടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരുപക്ഷെ നമ്മുടെ പ്രായത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള വേദനകളുണ്ടായിരിക്കാം, തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടൽ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. അതെല്ലാം പരാതി കൂടാതെ ഏറ്റെടുത്ത് കാഴ്ചവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതിഫലം വളരെ വലുതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. മൂന്നാമതൊരു വ്യക്തി കൂടി നമ്മൾ കണ്ടു, അതാണ് യൂദാസ്. ഇനി അവന് ബലിയർപ്പണത്തിനുണ്ടായിരുന്നു, അവിടെ അപ്പം സ്വീകരിക്കാനൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ്, അവൻ അപ്പം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. നമ്മൾ കാണുന്നത് ശരിക്കും നമ്മൾ അയോഗ്യതയോടെ ബലിയർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നം, സാത്താന് നമ്മളൊരു എൻട്രി പോയിന്റ് കൊടുക്കുക, പ്രവേശന കവാടം തുറന്നിടുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പാപജീവിതം വെടിഞ്ഞ്
ദൈവത്തോട് ചേർന്ന് വിശ്വസ്തതാപൂർവ്വം ജീവിക്കുമ്പോൾ ബലി അർപ്പിച്ചാൽ ആ ബലി നമുക്ക് ശക്തി സ്രോതസ്സായിട്ട് മാറും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിന് 30-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ, യോഗ്യതയോടെ ബലിയർപ്പിച്ചാൽ അത് നമുക്ക് സൗഖ്യം നൽകും, ബലം പകരും, പുതുജീവൻ നൽകും. ഈ 3 കാര്യങ്ങളും അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അയോഗ്യതയോടെ, ഈ യൂദാസിനെ പോലെ അയോഗ്യതയോടെ അത് സ്വീകരിച്ചപ്പോഴാണ് ചിലർക്ക് രോഗമായി മാറി, വേറെ ചിലർക്ക് ദൗർബല്യം വന്നു, മറ്റു ചിലർ ആത്മീയ മരണം പ്രാപിച്ചു എന്നുള്ളത് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. യേശുവിലേക്ക് നോക്കി യേശുവിനെ നമുക്ക് ഒരു മാതൃകയാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവൻ പറഞ്ഞൊരു കാര്യം, യുദാസേ, നീ ചെയ്യാനിരിക്കുന്ന എത്രയും വേഗം ചെയ്യുക. അത്ര രസകരമായൊരു കാര്യമല്ല നടക്കാൻ പോകുന്നത് എന്നറിയാമായിരുന്നു. അപ്പാനപാത്രം ഞാനിത് കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ച വ്യക്തിയാണ് യേശു. നമ്മുടെയൊക്കെ സഹനങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് യേശുവിൻ്റെ ഈ മനോഭാവത്തോടു കൂടിയാണ്. അങ്ങനെയുള്ളവർക്ക് യേശുവിനോടൊപ്പം നിത്യം വാഴുവാൻ സാധിക്കും എന്നുള്ളത് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവര് പ്രതിഫലം ദൈവത്തിൽ നിന്ന് കിട്ടും എന്നുള്ള ആ ഒരു പ്രത്യാശയോടെ ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.